ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC 2014 കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. LDC 2014 കാസർഗോഡ് ജില്ല. ഇതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവാര്? മാർ സാബിർ ഈശോ. മാർ സാബിർ ഈശോ ആണ് തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ്. കൊല്ലം നഗരം സ്ഥാപിച്ചത് മാർ സാബിർ ഈശോ ആണ്. മാർ സാബിർ ഈശോ ആണ് കൊല്ലം നഗരം സ്ഥാപിച്ചത്. തരിസാപ്പള്ളി ശാസനം അഥവാ കോട്ടയം ചെപ്പേട് AD 849 സ്ഥാണു രവിവർമ്മന് വേണ്ടി എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. തരിസാപ്പള്ളി ശാസനം അഥവാ കോട്ടയം ചെപ്പേട് AD 849 സ്ഥാണു രവിവർമ്മന് വേണ്ടി എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. തീയതി ആദ്യമായി രേഖപ്പെടുത്തിയ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തീയതി ആദ്യമായി രേഖപ്പെടുത്തിയ ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. കേരളത്തിലെ ജൂതവർത്തക സംഘമായ അഞ്ചുവണ്ണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ ജൂതവർത്തക സംഘമായ അഞ്ചുവണ്ണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത്? മൗണ്ട് കെറ്റു. മൗണ്ട് കെറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. കാരക്കോറം നിരയിലുള്ള ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കാരക്കോറം നിരയിലെ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 8611 മീറ്ററാണ് മൗണ്ട് കെറ്റുവിൻ്റെ ഉയരം. 8611 മീറ്ററാണ് മൗണ്ട് കെറ്റുവിൻ്റെ ഉയരം. ഇത് പാക് അധിനിവേശ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ പ്രദേശത്താണ്. പാമീറിൻ്റെ തെക്ക് കിഴക്കൻ ശാഖയാണ് കാരക്കോറം പർവ്വതം. പാമീറിൻ്റെ തെക്ക് കിഴക്കൻ ശാഖയിലാണ് കാരക്കോറം പർവ്വതം. ഭൂമിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കെറ്റു. ഭൂമിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മൗണ്ട് കെറ്റു ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 8586 മീറ്ററാണ് കാഞ്ചൻജംഗയുടെ ഉയരം. 8586 മീറ്റർ. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിക്കിമിലാണ് കാഞ്ചൻജംഗ. ഭൂമിയിലെ ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് ഹിമാലയ പർവ്വതനിരയിൽ ഉൾപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് ഹിമാലയ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു. നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ്. നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചൊമോലുക്മ എന്നും അറിയപ്പെടുന്നു. എവറസ്റ്റ് നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചൊമോലുക്മ എന്നും അറിയപ്പെടുന്നു. റൂർക്കല ഉരുക്കു നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യമേത്? ജർമ്മനി. ജർമ്മനിയാണ് റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം. പൊതുമേഖലയിൽ ഇന്ത്യയിൽ 4 വൻകിട ഉരുക്ക് വ്യവസായ സംരംഭങ്ങളുണ്ട്. പൊതുമേഖലയിൽ ഇന്ത്യയിൽ 4 വൻകിട ഉരുക്ക് വ്യവസായ സംരംഭങ്ങൾ ഉണ്ട്. റൂർക്കല സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. ഒറീസയിലാണ് റൂർക്കല സ്ഥിതി ചെയ്യുന്നത്. 1959 റൂർക്കല സ്ഥാപിതമായത്. 1959 ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കല സ്ഥാപിതമായി. 1959 റഷ്യയുടെ സഹായത്തോടെ രൂപീകൃതമായ ഇരുമ്പ് നിർമ്മാണശാലയാണ് ഭിലായ്. ഇത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. 1959 തന്നെ ബ്രിട്ടന്റെ സഹായത്തോടെ പൂർത്തിയാക്കിയ ഉരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ. വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ രൂപീകൃതമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. റഷ്യയുടെ സഹായത്തോടെ പൂർത്തിയാക്കിയ മറ്റൊരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ പൂർത്തീകരിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. ബൊക്കാറോ സ്ഥാപിതമായത് 1972 1972 ബൊക്കാറോ സ്ഥാപിതമായത്. റൂർക്കല, ഭിലായ്, ദുർഗാപൂർ എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. റൂർക്കല, ഭിലായ്, ദുർഗാപൂർ എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. അതിൻ്റെ പേരെന്ത്? മുസിരിസ്.
കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. അതിൻ്റെ പേര് മുസിരിസ് എന്നായിരുന്നു. പ്രാചീന കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര തുറമുഖ നഗരങ്ങൾ നോക്കാം. മുസിരിസ് അഥവാ മുരുജിപ്പട്ടണം, ഇപ്പോഴറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ എന്നാണ്. മുസിരിസ് അഥവാ മുരുജിപ്പട്ടണം, ഇപ്പോഴറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ. പിന്നെ ഒന്ന് ബറേക്കയാണ്, ഇപ്പോൾ അറിയപ്പെടുന്ന പുറക്കാട് എന്നാണ്. ബറേക്കെ ഇപ്പോഴറിയപ്പെടുന്ന പുറക്കാട് എന്നാണ്. മറ്റൊന്ന് തിണ്ടിസാണ്. കടലുണ്ടി അഥവാ പൊന്നാനിയാണ് തിണ്ടിസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. നെൽക്കിണ്ട എന്നറിയപ്പെടുന്നത് നീണ്ടകരയാണ്. നെൽക്കിണ്ട എന്നറിയപ്പെട്ടത് നീണ്ടകരയാണ്. നൗറ എന്നറിയപ്പെട്ടിരുന്നത് കണ്ണൂരാണ്. കണ്ണൂരാണ് നൗറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. AD 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ മുസിരിസ് നശിക്കുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. AD 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ മുസിരിസ് നശിക്കുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ശബരി നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി നദി. മഹാരാഷ്ട്രയിലെ നാസിക്കിൻ സമയം ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൻ സമയം ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതും ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഗോദാവരിയുടെ മറ്റ് പോഷക നദികൾ ഒന്ന് പരിചയപ്പെടാം. പൂർണ്ണ, മഞ്ചീര, പൊൻഗംഗ, വെയിൻഗംഗ, വർധ, ഇന്ദ്രാവതി, മണാർ, ശബരി. പൂർണ്ണ, മഞ്ചീര, പൊൻഗംഗ, വെയിൻഗംഗ, വർധ, ഇന്ദ്രാവതി, മണാർ, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഗൗതമിയും വസിഷ്ഠ ഗോദാവരിയും ഗോദാവരിയുടെ കൈവഴികളാണ്. ഗൗതമിയും വസിഷ്ഠ ഗോദാവരിയും ഗോദാവരിയുടെ കൈവഴികളാണ്. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചതാരെ? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചത്. കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ടുനാടകം. ആദ്യത്തെ ചവിട്ടുനാടകം കാറൽമാൻ ചരിതമാണ്. പുരാണ പുരുഷന്മാരുടെ സ്ഥാനത്ത് ചരിത്ര പുരുഷന്മാരെ പ്രവേശിപ്പിച്ച കേരളത്തിലെ ആദ്യ കലാരൂപമാണ് ചവിട്ടുനാടകം. പുരാണ പുരുഷന്മാരുടെ സ്ഥാനത്ത് ചരിത്ര പുരുഷന്മാരെ പ്രവേശിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ കലാരൂപമാണ് ചവിട്ടുനാടകം. ലോകത്തിൽ ഏറ്റവും വലിയ സ്റ്റേജ് ഉപയോഗിക്കുന്ന ദൃശ്യകലയാണ് ചവിട്ടുനാടകം. ലോകത്തിൽ ഏറ്റവും വലിയ സ്റ്റേജ് ഉപയോഗിക്കുന്ന ദൃശ്യകല ചവിട്ടുനാടകമാണ്. മലയാളം കലർന്ന തമിഴ് സാഹിത്യ ഭാഷയാണ് ചവിട്ടുനാടകത്തിൽ ഉപയോഗിക്കുന്നത്. മലയാളം കലർന്ന തമിഴ് സാഹിത്യ ഭാഷയാണ് ചവിട്ടുനാടകത്തിൽ ഉപയോഗിക്കുന്നത്. കഥകളിയുമായിട്ടാണ് ഈ കലാരൂപത്തിന് സാദൃശ്യം. കഥകളിയുമായിട്ട് ചവിട്ടുനാടകത്തിന് സാദൃശ്യമുണ്ട്. ബ്രജീന ചരിതം, സെന്റ് സെബാസ്റ്റ്യൻ, ദാവീദും ഗോലിയത്തും, മഹാനായ അലക്സാണ്ടർ, വീരയോദ്ധാക്കളുടെ അന്ത്യം എന്നിവ പ്രമുഖ ചവിട്ടുനാടകങ്ങളാണ്. ബ്രജീന ചരിതം, സെന്റ് സെബാസ്റ്റ്യൻ, ദാവീദും ഗോലിയത്തും, മഹാനായ അലക്സാണ്ടർ, വീരയോദ്ധാക്കളുടെ അന്ത്യം എന്നിവ പ്രമുഖ ചവിട്ടുനാടകങ്ങളാണ്. ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? അലഹബാദ്. അലഹബാദാണ് ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസിയുടെ കാലത്താണ്. ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബറോഡ ഹൗസ് ആണ്. ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ആണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ആണ്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം. അലാവുദ്ദീൻ ഖിൽജി കമ്പോളത്തിലെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ നിയമിച്ച ഉദ്യോഗസ്ഥൻ ആര്? ഷാഹ്ന. ഷാഹ്നയാണ് അലാവുദ്ദീൻ ഖിൽജി കമ്പോളത്തിലെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ നിയമിച്ച ഉദ്യോഗസ്ഥൻ. ഷാഹ്ന. അലി ഗർഷോപ്പ് എന്നാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമം. അലി ഗർഷോപ്പ് എന്നാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമം. രണ്ടാം അലക്സാണ്ടർ
മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ്. രണ്ടാം അലക്സാണ്ടർ മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള നിയന്ത്രണ ഉദ്യോഗസ്ഥൻ ഷഹനായ് ഐ മാണ്ടിയും ദിവാൻ ഇ റിയാസത്തുമാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള നിയന്ത്രണ ഉദ്യോഗസ്ഥന്മാർ ഷഹനായ് ഐ മാണ്ടിയും ദിവാൻ ഇ റിയാസത്തുമാണ്. ഇന്നത്തെ അയോധ്യ ഗുപ്ത ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? സാകേതം. സാകേതം എന്ന പേരിലായിരുന്നു ഇന്നത്തെ അയോധ്യ ഗുപ്ത ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നത്. AD 320 മുതൽ AD 550 വരെയാണ് ഗുപ്ത കാലഘട്ടം. AD 320 മുതൽ AD 550 വരെ ഗുപ്ത കാലഘട്ടമാണ്. ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. ഗുപ്തന്മാരുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ സെക്കൻഡിൻ്റെ കാലഘട്ടമാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടമാണ് ഗുപ്തന്മാരുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഗുപ്തന്മാരുടെ തലസ്ഥാനം പ്രയാഗാണ്. അലഹബാദിലെ പ്രയാഗാണ് ഗുപ്തന്മാരുടെ തലസ്ഥാനം. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ തലസ്ഥാനം ഉജ്ജയിനിയാണ്. ഉജ്ജയിനിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ തലസ്ഥാനം. പുരാതന ഇന്ത്യയുടെ ഗ്രീൻവിച്ച് എന്നറിയപ്പെടുന്നത് ഉജ്ജയിനിയാണ്. പുരാതന ഇന്ത്യയുടെ ഗ്രീൻവിച്ച് എന്നറിയപ്പെടുന്നത് ഉജ്ജയിനിയാണ്. ഗുപ്തവംശ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. ശ്രീഗുപ്തനാണ് ഗുപ്തവംശ സ്ഥാപകൻ. എന്നാൽ ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ. ഗുപ്തവംശ സ്ഥാപകൻ ശ്രീഗുപ്തനും ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമനുമാണ്.